അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ പ്രകൃതി രമണിനോടൊന്നും മിണ്ടിയും പറയൊക്കെ ചെയ്യാ വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇറങ്ങിയ പാടന്നെ ചെറുതായിട്ട് കാറ്റൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം അകത്ത് തന്നെ കയറിയിട്ടോ. നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചീയപ്പാണ്. അപ്പൊ അതൊരു തലക്ക് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് മക്കളൊക്കെ മദ്രസക്ക് പോകാനൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ സ്കൂള് തുറക്കുന്ന ദിവസം കൂടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് പോവാൻ ഒരുങ്ങണത്. വലൈക്കും അസ്സലാം. മദ്രസ്ക്ക് പോയപ്പോ തന്നെ ഇന്ന് സ്കൂൾക്ക് കൂട്ടാൻ കിഴങ്ങ് പൊരിച്ചു തരുമ്പോന്ന് ചോദിച്ചു കണ്ടാണ് കേട്ടോ പോയിക്കണത്. അപ്പൊ എന്തായാലും 2-3 കിഴങ്ങുണ്ട് ഇവിടെ വാഴി നിൽക്കണത്. അപ്പൊ അത് വേഗം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിങ്ങനെ തൊലി വരണ്ടി എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കാണാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയത് നമ്മള് സാധാ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഉണ്ടാക്കും പോലെ ഒരു കറക്റ്റ് ഷേപ്പിലൊന്നും ആവില്ല. എനിക്ക് തോന്നിയ പോലെ തോന്നിയൊരു ഷേപ്പിലൊക്കെ ഞാൻ മുറിച്ചെടുക്കലാണ് കേട്ടോ. അപ്പൊ എന്നിട്ട് അത് ഞാൻ കുറഞ്ഞ എണ്ണയിലിട്ടിട്ട് ഇങ്ങോട്ട് വറുത്തെടുക്കലാണ് കേട്ടോ. ചെറിയ ഇതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യല്. ചിലപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പുഴുങ്ങിയിട്ട് പിന്നെ പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ എന്താ അങ്ങനെ ഒന്നും പണിയെടുക്കാല്ലേ വലിയ ഇതൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ട് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു. നൈസായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ കിഴങ്ങ് പൊരിക്കാൻ കൊടുക്കാത്ത പ്രതിഷേധത്തിൽ ഇവിടെ ഒരാൾ വന്നിട്ട് കുക്കുടാസനം മൂടാസനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓനെ സോപ്പിടാൻ വന്നപ്പോ ഓന് ഇന്നേറ്റ് വലിയ മൈൻഡ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിക്ക് കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കുട്ടികൾക്കുള്ളതൊക്കെ ചൂടുവെള്ളം ഒക്കെ ആക്കി വെച്ചിക്കണേ. അപ്പൊ എന്നിട്ട് ഞാൻ ഇവിടെ ചെടി നനക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ കറ്റർവായൻ്റെ ഒക്കെ കളറ് കണ്ടെങ്കിൽ പച്ച കളറിലുള്ളതാണ്. അത് വെള്ളമൊക്കെ നനച്ചു കൊടുക്കാതായിട്ടും പിന്നെ നല്ലപോലെ വെയിൽ കൊണ്ടിട്ടും വാടി കരിഞ്ഞിരിക്കണത് കേട്ടോ. എപ്പോഴും വിചാരിക്കും വൈകുന്നേരത്ത് നനച്ചു കൊടുക്കാം. വൈകുന്നേരത്ത് ഞാൻ ആ കാര്യം മറക്കും ചെയ്യും. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ആ പരിപാടി ഇങ്ങനെ തീർക്കാം. അത് കഴിഞ്ഞ് കുട്ടികളെ കൂട്ടാനൊക്കെ ആക്കാൻ വേണ്ടി നിന്നപ്പോൾ കാക്കൻ്റെ ഒക്കെ വാങ്ങിച്ചു. കണ്ടോ, ഞാൻ ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓനാണ് കേട്ടോ ആക്കുന്നത്. കുറച്ചുകൂടെ ആക്കി കൊടുക്ക്, ഇതിൽ നിറച്ചാക്കി കൊടുക്ക് കുഞ്ഞാ. എൻ്റെ കുട്ടി മമ്മത് ഉമ്മാക്ക് ചെലവിന് കൊടുക്കണ അരി ഒരു ഇത്തിരി 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 ആക്കി കൊടുക്കണം. ഭയങ്കര ബേജാറ്. അത് ആക്കി കൊടുത്തലാ. ആ ഇത്തിരി അല്ല, ഒത്തിരി ആക്കി കൊടുക്ക്. അനക്ക് എന്നാലും ഉണ്ടേ അത്രയും ഇല്ല. അതൊക്കെ ഇതെന്നോ ഓനേതായാലും കൂട്ടാനേ ഇസ്കി ഇസ്കി ആക്കണുണ്ട് കേട്ടോ. മതിയോ ചോദിച്ചാൽ ആകെ 2 ഇടും, പിന്നെ 2 ഇടും. അങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ. ഞാൻ സമയം കൊണ്ട് ഞാൻ വെള്ളക്കുപ്പിയിലൊക്കെ ഒന്ന് വെള്ളം നിറച്ചു കൊടുക്കാന്ന് വിചാരിച്ച്. ഗ്ലാസ് എടുത്താ എന്തോൽക്ക് മാത്രമേ നിങ്ങൾ വെള്ളക്കുപ്പിയിൽ വെള്ളമാക്കി കൊടുക്കുള്ളൂ, എനിക്കതൊന്നും പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഇവിടെ പതിർപ്പട ഉണ്ടാക്കിയപ്പോ ഞാന് നിയമോളൊരു പഴയ കുപ്പി ഉണ്ടായിനി കേട്ടോ. അടപ്പ് ഇങ്ങനെ പൊട്ടിയത്, ബാഗിലൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തത്. അപ്പൊ അതിക്ക് ഞാൻ വെള്ളമൊക്കെ നിറച്ചതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആളെ സോപ്പിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നോലെ ഞാൻ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇങ്ങക്ക് ഒരു സാധനം പരിചയപ്പെടുത്തി തരാം കേട്ടോ. പ്രൊമോഷൻ വീഡിയോ ഒന്നും ഇനി ഞങ്ങൾ പോകുകയാണ് എന്ന് പറഞ്ഞ് സ്കിപ്പ് അടിച്ച് പോകാൻ നിൽക്കില്ലേ. സംഗതി ഉപകാരമുള്ള ഒരു സാധനമാണ്. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഡാറ്റിനെ പോലെ ഈ വീഡിയോയും കാണാന് ഒന്ന് കണ്ടു നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പറ്റണ ആർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാലോ. അപ്പൊ എന്തായാലും കുത്തിറിക്കും ഞാനേ ഒരു തുള്ളി ചായ ഒക്കെ ഉണ്ടാക്കി തരാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പോവാട്ടോ. അപ്പം ഇതാണ് അഗാരോന്റെ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ. പേര് കേട്ട് നിങ്ങൾ പേടിച്ചണ്ട, സംഗതി ലോല ഹൃദയനാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു വാറണ്ടി കാർഡും പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള യൂസർ മാനുവലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അത് ആ പ്രകാരം അങ്ങോട്ട് നോക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതാണ് അതിന്റെ ബാക്കി സാധന സാമഗ്രികളൊക്കെ കേട്ടോ. അപ്പൊ ഇത് ഓരോന്നും എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് സ്പോഞ്ച് ബ്രഷ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഗ്ലാസ് ഒക്കെ തുടക്കാനും അതേപോലെ തന്നെ കാറൊക്കെ വാഷ് ചെയ്യാനും കാറിന്റെ പുറക്ക് ഉരക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. ഇത് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ ഇത് ഈ ഒരു ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താല് അത് അതിന്റെ ഉള്ളിൽ ഫിറ്റ് ആവട്ടോ. എന്നിട്ട് പിന്നെ ഇതിന്റെ പുറത്താണ് നമ്മളെ ബാക്കിയുള്ള ബ്രഷുകളൊക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിററൊക്കെ വേണമെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലാസ് ക്ലീൻ ചെയ്യാന് പിന്നെ അതേപോലെ തന്നെ കാറ് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും.
അപ്പം ഞാനിവിടെ ഇതാ കിച്ചണിൻ്റെ ഈ ഒരു ജനൽ ക്ലീൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത്. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തുടച്ചെടുത്താൽ മതി. അടുത്ത ബ്രഷ് ഒരു മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് ബ്രഷ് ആണ് കേട്ടോ. ഇത് നമുക്ക് തുടച്ചെടുക്കാനൊക്കെ പറ്റണ ആ ഒരു പർപ്പസിന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ടൈലോ അല്ലെങ്കിൽ ടേബിളോ ഒക്കെ ഒന്ന് ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് വെള്ളം വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം, എന്നിട്ട് ഇതിമ്മ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന് 2 സ്പീഡ് ബട്ടൺ ഉണ്ട് കേട്ടോ. ഒരു ബട്ടണേ ഉള്ളൂ. അതിന്മേ തന്നെയാണ് ഓണും ഓഫും കാര്യങ്ങളൊക്കെ. പിന്നെ 2 വിധത്തിൽ സ്പീഡ് ഉണ്ട്. ഒന്ന് നല്ല സ്പീഡ് കൂട്ടിയിട്ടും പിന്നെ ഒന്ന് സ്പീഡ് ഒന്ന് കുറച്ചിട്ട് ആ ഒരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഞങ്ങൾ ഒരതേണ്ട ആവശ്യമൊന്നുമില്ല. അതന്നെ ഒരതി ക്ലീൻ ആക്കി നമുക്ക് തരും കേട്ടോ. അപ്പം മിനുസുള്ള പ്രതലത്തിലൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ അതിങ്ങനെ വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് സൂപ്പറാക്കി തരും. അപ്പം നമ്മൾ ഇതിങ്ങനെ പറിച്ചെടുത്താൽ അടുത്ത ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഈ ബ്രഷ് നമുക്ക് വുഡനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വുഡൻ ടേബിളും ചെയറൊക്കെ നമുക്ക് പോളിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ബ്രഷാണ് കേട്ടോ ഉപയോഗിക്കാം. ഒക്കെ ഇതേപോലെ തന്നെ ഈ ഒരു ഹെഡില്ലേ ഹൈമകട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു തുള്ളി വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് എടുത്ത് ചെയ്യുന്നത്. അപ്പം അതിങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അതിങ്ങനെ നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ തുടക്കേണ്ടത് വെച്ചെങ്കിൽ അതിലിങ്ങനെ മൂവ് ചെയ്യിക്കുക. അപ്പം ഇങ്ങനെ അതിങ്ങനെ തുടച്ച് വരും. പിന്നെ ഇത് നമ്മൾ ഹൈ സ്പീഡിലിട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വറക്കും കേട്ടോ. കയ്യിൽ പിടിച്ചിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആദ്യം ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ. പിന്നെ ചെറിയ സ്പീഡിലിട്ടിട്ട് അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. 2 സ്പീഡ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ബ്രഷാണ് ഇത്. വന്നിട്ട് നമ്മൾ സ്ക്രബ്ബർ പോലത്തെ സാധനം. ഇത് കുറച്ച് ഹാർഡായിട്ട് കുറച്ച് ഒരല്ല ബ്രഷാണ്. അത് വെച്ചിട്ട് നമുക്ക് ഗ്യാസിന്റെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സംഗതി ഇത് കൈ നനയാതെ മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞ മതി. ക്ലീനിങ്ങിനൊക്കെ മടിയില്ലോൾക്ക് ഇതൊരെണ്ണം വാങ്ങിച്ച നല്ലതേക്കാരം. കൈ നനയും വേണ്ട, സംഗതി എളുപ്പം പരിപാടി നടക്കുകയും ചെയ്യും. പിന്നെ ക്ലീനിങ്ങിനൊന്നും അധികം സമയമില്ലാത്തവർക്കും മടിയില്ലോൾക്കും പറ്റിയ സാധനം. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഗ്യാസിൻ്റെ അതൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇന്നലെയും ഗ്യാസ് ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ അത്യാവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഉള്ള പൊടികളുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചു കൊടുത്താൽ മതി. സംഗതി ആളൊരിത്തിരി എക്സ്പെൻസീവൊക്കെ തന്നെയാണ് കേട്ടോ. 2800 സംതിങ് രൂപ ഉണ്ട് ആൾക്ക്. പക്ഷേ നമുക്കിതൊന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ നനച്ചുള്ളിപ്പണിയൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് അടിപൊളിയാക്കാം. അടുത്ത ബ്രഷ് കോർണറൊക്കെ ഉരക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇങ്ങനെ ഈ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ കുറച്ച് നീണ്ടിട്ടാണ്. അപ്പോൾ ഇത് കോർണറിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി ചെന്നിട്ട് ക്ലീൻ ആക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതേപോലെ അതിങ്ങനെ വെച്ചു കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ഉരക്കേണ്ട ആവശ്യമില്ല. അത് ഉരച്ച് അതിൻ്റെ ഉള്ളിലത്തെ അയക്കൊക്കെ എടുത്ത് തന്നോളും. പിന്നെ അതേപോലെ തന്നെ സിങ്കിൻ്റെ ഈ കോർണറുകളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഓടിച്ചു കൊടുത്താൽ ടൈലിൻ്റെ ഇടകളിലും ഒക്കെ പൈപ്പിൻ്റെ ഇടകളിലും ഒക്കെ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുത്താൽ ആ ഭാഗത്ത് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കിട്ടും കേട്ടോ. 2 സ്പീഡിലുണ്ടായതുകൊണ്ട് നല്ല സ്പീഡിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്പീഡ് കുറച്ചിട്ട് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഗ്യാസൊക്കെ സംഗതി ക്ലീൻ ആയി കിട്ടിയിരിക്കുന്നു കേട്ടോ. അടുത്തതാ സിങ്കൊക്കെ ഇറക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ. അപ്പം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഓണാക്കി നമ്മൾ സിങ്കിൻ്റെ എല്ലാ കോർണർ കൂടി ഇതിങ്ങനെ ഒന്ന് കൊണ്ടുപോയാൽ മതി. കൈ നനക്കാൻ മടിയില്ലോൽക്കും അതേപോലെ തന്നെ കയ്യിൽ സോപ്പൊക്കെ ആയ അലർജിയൊക്കെ ഉള്ള ചിലരൊക്കെ ഉണ്ടാവുമല്ലോ. കൈ പൊട്ടുക, അതേപോലെ തന്നെ കയ്യിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഈ സോപ്പ് അധികമായാലും അങ്ങനത്തെ കേൾക്കാരം ഇത് ഒന്നുകൂടി ഉഷാറാവും കേട്ടോ. നമ്മളെപ്പോലെ സോപ്പിൽ ഇങ്ങനെ കളിച്ച് മെതിച്ച് ക്ലീൻ ചെയ്യണവർക്കൊന്നും ഇത് വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ളവർക്കും പക്ഷേ ക്ലീനിങ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതി. പിന്നെ ഈ ബ്രഷ് കുറച്ച് വലിയ ബ്രഷാണ് കേട്ടോ. മറ്റേ ബ്രഷിന്റെ വലുത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് 2 ഇതേപോലെ തന്നെ അറ്റാച്ച്മെന്റ് ഉണ്ട് കേട്ടോ, സ്റ്റീലിന്റെ. അപ്പൊ അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ മാറാല കോലില്ലേ വലുതാക്കൂലേ, അതേപോലെ വലുതാക്കിയിട്ട് പിന്നെ നമുക്ക്
കിച്ചണല്ല ബാത്റൂമിലൊക്കെ അതെ ഇതേപോലെ ഓടിച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ബാത്റൂമിന്റെ ചുമരോ നിലോ ഒക്കെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഉരക്കേണ്ട ആവശ്യമില്ല, ആളൊരച്ച് ക്ലീൻ ആക്കി തന്നോളൂ. അങ്ങനെ സംഗതികൾ ക്ലീനിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണമല്ലോ, ഇത് ഉപയോഗിച്ച സാധനങ്ങൾ. അപ്പോൾ ഈ ബ്രഷൊക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് കണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഇത്തിരി വെള്ളത്തിൽ ഇത് സോപ്പ് കലക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടോ. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഇതിനെ ഇങ്ങനെ കൊളത്തിടാനും അതേപോലെ തന്നെ നമ്മൾ ആ മെഷീനില്ലേ അതിങ്ങനെ എന്താ പറയുക അങ്ങനെ തൂക്കിയിടാനൊക്കെ പറ്റുന്ന ഒരു സംഗതി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് നമുക്കിങ്ങനെ 2 ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ട്, 2 സൈഡിലും ഒട്ടിക്കാൻ പറ്റണം. അപ്പോൾ അതിങ്ങനെ ടൈലും എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ചിട്ട് നമുക്കിതിങ്ങനെ തൂക്കിയിടാനും പറ്റും. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും തൽക്കാലികം തൂക്കിയിടുന്നില്ല. എൻ്റെ ചെറിയ സെനക്കുട്ടനെ അത് വലിച്ചു പറിച്ച് ചിലപ്പം തന്നെ അതിൻ്റെ ക്യാമന്നാളാക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. പിന്നെ ഈ സാധനം വെള്ളം നനയ്ക്കരുത് കേട്ടോ. ഇത് വെള്ളം നനച്ചാൽ പിന്നെ ഇതിൻ്റെ ക്യാമന്നാളും ഇന്ന് തന്നെ കാരം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് ശരിയാക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പൊടിയൊക്കെ കഴിക്കണമെങ്കിൽ ഒന്ന് ഉപയോഗം കഴിഞ്ഞിട്ട് ഒന്ന് തുടക്കാം. ഇതിൻ്റെ ഈ ഒരു ഹെഡ് ഉണ്ടല്ലോ അത് വെള്ളത്തിൽ നമ്മളിനി ബാത്റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിലും അങ്ങനെ വെള്ളത്തിലധികം മുട്ടാതെ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ബ്രഷ് കുറച്ച് മുന്നിൽ കാണല്ലേ വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു ചാർജിങ് കേബിളും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ചാർജ് കുത്തിയേക്കാം. നമ്മൾ ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ആക്കിയാൽ നമുക്ക് 90 മിനിറ്റ്സ് കിട്ടും കേട്ടോ ഈ ഒരു വർക്കിങ്. അപ്പം ഞാനിപ്പോൾ 3 നേരം ഉപയോഗിച്ചിട്ട് എൻ്റെത് 2 കട്ടേ ഓക്കെയാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിനത്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രഷൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഞാൻ കുറച്ച് നേരമായി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി എടുത്ത് വെക്കാം, വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ ക്ലീനിങ് ഒക്കെ മടിയുള്ളവർക്കും കൈ നനയാതെ ക്ലീൻ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കും പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ ക്ലീനിങ്ങിന് മടിയോ അല്ലെങ്കിൽ ക്ലീനിങ്ങിന് അധികം സമയമില്ലാത്തവർക്കും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുത്താളേ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയെ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.